ഹലോ ഗൈസ്, നമ്മൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വിൻഡ്രോ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ RS200ൻ്റെ പമ്പിൽ ചെറിയൊരു മിസ്സിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമ്മൾ സർവീസ് സെൻ്ററിലോ വർക്ക്ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പമ്പ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ അവർ തരുള്ളൂ. എന്താ വെച്ചാൽ പെട്രോള് പുഷാകുമ്പോൾ വണ്ടിക്ക് കൂളിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വഴിയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വണ്ടിയിൽ കയറ്റി വണ്ടി വർക്ക്ഷോപ്പിലൊക്കെ എത്തി കഴിഞ്ഞാലാണ് റെഡി ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇറക്കി ഒരു പമ്പൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇതിലാകെ പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പമ്പിലല്ല വരുന്നത്, ഇതിൻ്റെ ഫിൽറ്ററിലാണ് കംപ്ലൈൻറ്റ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സെറ്റായിട്ടാണ് കിട്ടാൻ ചാൻസ്. ഏകദേശം നമുക്ക് 5-6 റുപ്യേൻ്റെ അടുത്തൊക്കെ പമ്പിന് വരുന്നുണ്ട്, പമ്പിന് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ RS200. പിന്നെ RS200 ഓണേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കിപ്പോൾ നിലവിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഷോറൂമിലോ ഏതെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മുടെ അടുത്ത് പറയും പമ്പ് പോയിട്ടുണ്ട്, പമ്പ് മാറ്റേണ്ടി വരുന്നതൊക്കെയാണ് നമ്മുടെ അടുത്ത് പറയുക. ഇതുപോലത്തെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഇതിന് വന്ന് നിൽക്കുന്നത്. പമ്പ് പോയതുപോലെ തന്നെയാണ് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി കട്ടായി ഓഫായി പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പമ്പ് അയച്ചിട്ട് നോക്കി നോക്കാം. നമുക്ക് ആദ്യം ടാങ്ക് കവർ അയച്ചെടുക്കണം. അതുപോലെ സീറ്റ് രണ്ടുവരണം. ഇത് 10 വെച്ച് അയക്കണം സീറ്റ്. അതിന് ശേഷം നമുക്ക് ടാങ്ക് റിമൂവ് ചെയ്യാനായിരിക്കും. സീറ്റ് നമ്മൾ ഊരി കഴിഞ്ഞു. ഇനി നമുക്ക് ഊരേണ്ട ഈ ടാങ്ക് കവർ ഊരിടണം. ടാങ്ക് കവർ ഊരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, അതുപോലെ അപ്പർ സൈഡിലൊരു ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ LNG ബോൾട്ട് ആണ് വരുന്നത് 2 സൈഡിൽ. പിന്നെ ഇവിടെ വരുന്നുണ്ട് LNG ബോൾട്ട്, അതൊക്കെ നമ്മൾ ഊരിയെടുക്കണം, എന്നാലും നമുക്ക് കിട്ടുള്ളൂ. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കിറ്റ് വലിച്ചാലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒന്ന് ലൂസാക്കി വിട്ടാലേ നമുക്ക് ഊരിയെടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 സൈഡും ലൂസാക്കി എടുക്കണം. അപ്പുറ സൈഡിലും അതേപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതിൽ ടൈറ്റ് ചെയ്ത് വെച്ചാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതും ഊരിയെടുത്തിട്ട് കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ട് ഇതിൻ്റെ കുറേ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അയച്ചിട്ടൊക്കെ തുറച്ചിട്ട് വേണം ഇടാൻ. ഇനി നമുക്ക് ടാങ്ക് ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊരിയെടുത്ത് നോക്കണം. പമ്പാണ് വരുന്നത്. അപ്പോൾ പമ്പ് നമുക്ക് നല്ലൊന്ന് ഊരിയെടുത്തു. അവർ വരുന്നത് LNG ബോൾട്ടാണ്. അപ്പോൾ നമ്മൾ LNG ബോൾട്ട് വെച്ചിട്ട് നമ്മൾ നല്ല റിമൂവ് ചെയ്ത് ഇതുപോലെ എല്ലാ ബോൾട്ടും ഊരിയെടുക്കണം. നമുക്ക് ഈ ഫിൽറ്ററിലാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ്. പമ്പ് കണ്ടിന്യൂസ് വർക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ പക്ഷേ പെട്രോൾ കുറേശ്ശെ വരുന്നത് നമുക്ക് ചെറിയ മിസ്സിങ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫിൽറ്ററിലാണ് കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ ഫിൽറ്റർ നമുക്ക് ആദ്യം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ പെട്രോൾ കൂടെ പുഷ് വരുന്നുണ്ടോ, നല്ല രീതിയിൽ വരുന്നുണ്ടോ ഇല്ലെന്നോ നമുക്ക് നോക്കി നോക്കാം. ഉണ്ടോ കട്ടിങ് വരുന്നുണ്ടോ, അതുപോലെ വരാൻ പാടില്ല. ഈ പ്രഷർ വരുമ്പോൾ ആ പ്രഷറിൽ തന്നെ ഫുള്ളായിട്ട് വണ്ടി പോകണം. ഇതുണ്ടോ, ഇതുപോലെ വരണം. ഇതിടയ്ക്ക് കട്ട് വരുന്നുണ്ടോ, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇങ്ങനെയാണ് പമ്പിൻ്റെ ഫിൽറ്റർ നമ്മൾ ഊരിയെടുക്കുന്നത്. പമ്പിൻ്റെ ഫിൽറ്റർ ഊരി കുറച്ച് ചെറിയൊരു വണ്ടി ഇതിൽ നമ്മളിങ്ങനെ തിക്കിയെടുക്കണം. ഒരു സൈഡ് ഊരി കിട്ടി. ഇപ്പം അടുത്ത സൈഡും കൂടി നമ്മൾ ഊരിയെടുക്കും. പമ്പിൽ നിന്ന് ഫിൽറ്റർ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഇല്ലാണ്ട് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ നല്ല രീതിയിൽ കണ്ടത് പെട്രോൾ പുഷിങ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. നോക്കി നോക്കാം. അതിൽ കണക്ഷൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ മുക്കി വെക്കുക. കീ ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്തോ. കൊണ്ട് ആ പ്രഷർ കണ്ടോ, വ്യത്യാസം കണ്ടോ? അപ്പോൾ കട്ടിങ് വരുന്നില്ല. നേരത്തെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കംപ്രസർ യൂസ് ചെയ്യാം. കംപ്രസർ യൂസ് ചെയ്തിട്ട് ഇതാണ് എയർ ഹോസിൽ. നമുക്കിവിടെ കംപ്രസർ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ ഊരി കെട്ടിയാൽ അതേ നമുക്ക് പെട്രോളിൽ നിന്ന് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കണം.
സ്റ്റോപ്പ്. നമുക്ക് പമ്പിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാൻ ഈസിയാണ്, ജസ്റ്റ് തള്ളി വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂവലാണിത്, ഫ്യൂവലിലേക്ക് മുക്കി വെച്ചിട്ട് നമുക്ക് നേരത്തെ വർക്കിങ്ങും ഇപ്പോഴത്തെ വർക്കിംഗ് തമ്മിൽ എങ്ങനെയുണ്ട് നോക്കാം. പമ്പ് നമുക്ക് മുക്കിയിടാം കുറച്ച് നേരം. പമ്പ് ഇപ്പോൾ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കാക്കി ചെറുതാക്കി ഓണാക്കുക. ഓണാക്കുമ്പോൾ തന്നെ വർക്കാവും. ഉണ്ടോ, കട്ടിങ് ഇല്ലാണ്ട് പെട്രോൾ നല്ല പ്രഷറിൽ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല പ്രഷറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പ് മാറ്റാനാണ് പറയുള്ളൂ. ഇത് ജസ്റ്റ് ആ ഫിൽറ്റർ മാത്രം ക്ലീൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നമുക്ക് ശരിക്കും പമ്പ് മാറ്റുമ്പോൾ ഏകദേശം 5-ൻ്റെ ഉള്ളിൽ 5-8 അത്രയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പമ്പിന് റേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്കാകെ ഇത് ജസ്റ്റ് ഫിൽറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് കണ്ടില്ല, പ്രഷർ കറക്റ്റായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞ് നമ്മൾ വണ്ടി മൊത്തത്തിൽ ടാങ്ക് കാര്യങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം എന്താ എങ്ങനെയുണ്ട്, കട്ടാവുന്നുണ്ടോ, പവർ കട്ടാവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം 64,204 കിലോമീറ്റർ അടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ പവർ കാര്യങ്ങളൊന്നും ലോസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കറക്റ്റാണ്, ഏത് പമ്പ് വർക്ക് ചെയ്യുന്നത് കറക്റ്റാണ് ഫിൽറ്റർ ക്ലീൻ ചെയ്തപ്പോൾ. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അമർത്തിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നവിടെ വരെ. ബൈ ബൈ.